ഘോജരാജാവായ തമ്പുരാനെ, ധാരായി വന്നേക്കുന്നത്. ഉമ്മ മോളെ, ആരിഫ ഒന്നിഞ്ഞു വന്നേ. ഇന്നലെ രാത്രി ഞാൻ നിങ്ങളെ കെനാ കണ്ടു. ഇപ്പൊ ദേ നേരെ കാണാനും കഴിഞ്ഞു. പടച്ചോന്റെ ഒരു ഹിക്കുമത്തേ. ആരിഫ, ദേ നോക്ക്, ആരാ വന്നിരിക്കുന്നെന്ന്. വാ മോളെ. എന്നെ അറിയോ? കണ്ടപ്പോ തന്നെ മനസ്സിലായി. റസാക്കയുടെ ഭാര്യയല്ലേ? ആ, പേര് ആരിഫാന്ന്. മോളെ, ഇവളാണോ ഉമ്മു കുൽസു? ഞാനിവളെ കുഞ്ഞുമൂന്നേ വിളിക്കൂ. അസ്സലാമലൈക്കും. വഅലൈക്കും അസ്സലാം. നിങ്ങൾ ഓട്ടോറിക്ഷ വരുന്ന വഴി വെച്ച് കണ്ടെന്ന് റസാക്ക് പറഞ്ഞു. അയൽവാസിയാ. അപ്പൊ നിങ്ങൾ സംസാരിക്കാം, ഞാൻ ഇപ്പൊ വരാം. വായിരിക്കും. എന്നും ഞാൻ നിങ്ങളെ കുറിച്ച് ഓർക്കുമായിരുന്നു. കാണണമെന്ന് ആശിക്കും. എന്നാണ് പടച്ചൻ എനിക്കതിന് വിധിയാക്കിയത്. എന്താ മോളെ, പുതിയാപ്പിള എന്താ ഇവിടെ വരാത്തെന്ന് നാട്ടുകാരൊക്കെ ചോദിക്കുന്നു. ആ, ഏതായാലും ഇവിടം വരെ വന്നതല്ലേ, ഇനി 2-3 ആഴ്ച കഴിഞ്ഞ് പോയാ മതി. എപ്പോഴും വരാൻ പറ്റില്ലല്ലോ. കേട്ടേക്കാ, കൗർദീൻ 2-3 ആഴ്ച കഴിഞ്ഞേ പോകൂ. ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. അവിടെ പുതിയാപ്പിളയും പുതുപ്പെണ്ണും വന്നിരിക്കല്ലേ, കുറച്ച് ഇറച്ചിക്കറി കൊണ്ട് കൊടുക്കാം. എടുത്തു. അങ്ങനെ ഇക്കയുടെ കൂടെ എനിക്കും പോരേണ്ടി വന്നു. ഏതായാലും റബ്ബ് കാത്തു. ചോറായില്ലേ അലീമ? ഈ മീനൊന്ന് പൊരിച്ചോട്ടെ, ഇപ്പൊ തരാം. പിന്നെ കേട്ടോ വർത്തമാനം, ഉമ്മും കെട്ടിയനും വഴക്കിട്ടാത്രേ പോന്നിരിക്കുന്ന. അവരിനി അങ്ങോട്ട് പോകുന്നില്ലെന്ന്. ഏതായാലും നന്നായി, നമുക്ക് 8-10 അവർ ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെയാ വന്നിരിക്കുന്നത്. അവർക്ക് മാറ്റാനെന്തെങ്കിലും വാങ്ങണം. നോക്കട്ടെ. അമ്മായി തന്നേച്ചതാ, പൊരിച്ചിറച്ചിയാ, വിരുന്നുകാരുള്ളതല്ലേ. ഉമ്മ മോളുതാ. ഇതാണ് ഞാൻ പറഞ്ഞ ഫ്രിഡ്ജ്. അല്ല, ഇത് വിൽക്കാൻ പോവേണ? കച്ചവടം ഇല്ലാത്ത പീടികയിൽ എന്തിനാ ഫ്രിഡ്ജ്? എനിക്കാണെ കുറച്ച് പണത്തിനും ആവശ്യമുണ്ട്. ഇന്ന് ഫ്രിഡ്ജ് വിറ്റാല് നാളെ അലമാരി വെക്കും, പിന്നെ ഡെസ്ക്, പിന്നെ ബെഞ്ച്, അങ്ങനെ വിറ്റ് 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 ഒടുക്ക എന്നെയും വെക്കും. എന്താണ് നോക്കണത്? ഞാൻ പറഞ്ഞ നേരല്ലേ? ഇനി കച്ചവടം ചെയ്യാൻ ഉദ്ദേശം ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ സൂക്ഷിക്കേണ്ടു. പണം ഇല്ലാതെ എങ്ങനെ കച്ചവടം ചെയ്യുക? കച്ചവടം എന്തേ ഇല്ലാണ്ടായി? കടയിൽ സാധനങ്ങൾ ഇല്ലാഞ്ഞിട്ട്. സാധനം വിറ്റ് കാശല്ല ഉണ്ടാക്കിയത്. ഇത്രയും കനമുള്ള ഒരു പറ്റുവര പുസ്തകം ഒലക്കട മൂടി. കടം കൊടുക്കാണ്ട് കച്ചവടം നടക്കുവോ? നടക്കും. ഇക്കാരെ കൊണ്ട് പറ്റൂല. വേണമെങ്കിൽ കോഴ നടത്തി കാണിക്കാരാ. അസ്സലാമലൈക്കും. വഅലൈക്കും അസ്സലാം. ഞാൻ അമീദിനെ വീട്ടിൽ അന്വേഷിച്ചു. ഇങ്ങോട്ട് പോന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു വന്നതാ. എന്താ വിശേഷിച്ച്? ഒരു കാര്യം പറയണ്ട വന്നാട്ട്. എന്താണ് ഇവിടെ നിക്കണത്? ഇപ്പൊ ഇതൊന്നും വിൽക്കണില്ലല്ല. നാളെ പോലെ ഞമ്മളിവിടെ കച്ചവടം തുടങ്ങാൻ പോവാണ്. വിൽക്കണില്ലേ? വേണ്ട, എന്റെ കാശ് എന്റെ പോക്കറ്റ് കിടക്കൂലോ. സാധനം വിടയും കിടക്കും. താൻ തന്റെ പാട്ടിന് പോടൂ. വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. മരുമോനെ ഒരു നിലയിലും അമീര് വേദനിപ്പിക്കരുത്. ഗതി കെട്ടാണോ വന്നിരിക്കണത്. പിന്നെ
ചെലവിനൊക്കെ കുറെ ഞെരുക്കങ്ങൾ കണ്ടേക്കും. ഹമീദ് ഒന്ന് ഉറപ്പിച്ചോ, നിങ്ങളുടെ പുരയിൽ തീപ്പുക പൊങ്ങിയിട്ടേ എന്റെ പുരയിൽ അടുപ്പ് പുകയും. ഇതിരിക്കട്ടെ. വേണ്ട മുസ്തഫ, വീടിന്റെ കടം തീർക്കാൻ നിങ്ങൾ സഹായിച്ച 4000 രൂപ തന്നെ തിരിച്ചു തരാൻ എന്നെ കൊണ്ട് ഇതുവരെ കഴിഞ്ഞില്ല. ഇനിയും ഞാൻ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരുന്ന നമ്മൾ തമ്മിൽ എന്തിനാ വിളിച്ചു കളി? നിങ്ങൾക്ക് പണത്തിന് ആവശ്യമുണ്ടെന്ന് എനിക്കറിയില്ലേ? എടോ ഭ്രാന്ത, താനെന്തിനാ ഇപ്പൊ കരയുന്നത്? അയലോക്കാരായാൽ ഇതൊക്കെ പതിവാ. പണ്ട് ഇവിടെ വെച്ച് തന്നെയാണ് ഞാൻ തന്നെ ഇറച്ചി വെട്ടുകാരെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു വിട്ടത്. തേങ്ങാക്കൊല ഒന്ന് കളയടോ. ആലാക്കിന്റെ അവലും കഞ്ഞിയും. എന്തു വാങ്ങാനേക്കാ? കമറുദ്ദീനും ഉമ്മൂനും കുറച്ച് തുണി വാങ്ങാനാ. വേണ്ട, ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ആരിഫ പറഞ്ഞു അവർക്ക് വേറെ ഡ്രസ്സുകളൊന്നുമില്ലെന്ന്. മുസ്തഫ കുറച്ച് പണം തന്നല്ലോ. പിന്നെ അത് വീട്ടിൽ തന്നെ ഇരിക്കട്ടെ. മാമയ്ക്കറിയൂ കമറുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ? എനിക്കൊന്നും അറിയണ്ട. ഇവിടെ നരകമാണെന്നും പറഞ്ഞ് എന്നെ ധിക്കരിച്ചുകൊണ്ട് സ്വർഗം തേടി പോയാനാണ് അവൻ. എത്ര നാളായി ഞാൻ പറയാൻ തുടങ്ങിയിട്ട് അവനെ പോയി ഒന്ന് വിളിച്ചോണ്ട് വരാൻ. മോനെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ലെങ്കിലേ പൊയ്ക്കോ ആ ചായക്കടക്കാരന്റെ വീട്ടില്. എല്ലാവരും കൂടി സുഖമായിട്ട് അവിടെ താമസിച്ചു. മാമയ്ക്ക് ഇത്രയും പിടിവാശി പാടില്ല. ആണുങ്ങൾ കെട്ടിയുള്ള വീട്ടിൽ തന്നെ ഇങ്ങനെ കുറ്റിയടിച്ച് കഴിയുന്നത് അന്തസ്സുമാർക്ക് യോജിച്ചല്ല. അതുകൊണ്ടായിരിക്കും ഇക്ക ഇവിടെ താമസിക്കാത്തത്. എന്താ സംശയം? കമറുദ്ദീൻ ആദ്യമായി ഇവിടെയൊക്കെ വന്നതല്ലേ. നാളത്തെ അത്താഴം എന്റെ വീട്ടിലാകാം. എന്താ? റസാക്കെ, നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി. പക്ഷേ എനിക്ക് തനിച്ച് ഭക്ഷണം കഴിക്കാൻ സാധ്യമല്ലെന്നറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ പുറത്തെങ്ങും പോകാറില്ല. മറ്റാരെയും ഞാൻ ക്ഷണിക്കുന്നില്ല. നമ്മൾ 2 വീട്ടുകാർ മാത്രം. ശരി. അളിയൻ ഇറങ്ങി പോകുന്നതിൽ ഉമ്മാക്ക് വലിയ വിഷമമുണ്ട്. അളിയന്റെ കാര്യം പറഞ്ഞ് ഉമ്മ ഒരുപാട് കരഞ്ഞു. അളിയനെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് ഉമ്മ 2000 രൂപ എന്റെ കയ്യിൽ തന്നിട്ടുണ്ട്. ഇതാ. ഇതും നടന്തറയിലെ അലിയാർ കുഞ്ഞിന്റെ പണമല്ലേ? എനിക്ക് വേണ്ട. പൊരിച്ചിറച്ചി ഉമ്മൂന് വളരെ ഇഷ്ടാന്ന് റസാക്കിക്ക പറഞ്ഞു. ഏയ്, മോള് കരയില്ലേ? കുഞ്ഞിനെങ്കിതാ, അവൾക്ക് ഉറക്കം വരുന്നുണ്ടാവും. ഉമ്മ കമറുവിന് ഭക്ഷണം കൊടുക്ക. മോളെ, റസാക്കിരിക്കുന്നില്ലേ? ഞങ്ങൾ പിന്നെ കഴിച്ചോളാം. കരയാതെ മോളെ. നാലഞ്ച് ദിവസം ഇവിടെ താമസിച്ചിട്ട് പോകാമെന്ന് നീ പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. നമ്മൾ എങ്ങോട്ടാ ഇപ്പൊ പോകുന്നത്? അത് തീരുമാനിച്ചിട്ടല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കമറുദേ, ഉമ്മൂന് എങ്ങനെയുണ്ട്? എന്താ കമറുവിന്റെ മുഖത്തൊരു വിഷമം? ഒന്നുമില്ല. ഒന്നുമില്ലേ? അത് വെറുതെ. കാര്യം പറ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പരിഹാരം? റസാക്കെ, ഇത്തിരി മനസമാധാനം തേടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് തകർക്കാൻ നിങ്ങൾ ഇനി ഇങ്ങോട്ട് വരരുത്. കമറു, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഉമ്മക്കുൽഫു എന്റെ വീട്ടിൽ വെച്ച് പാടിയ പാട്ട് ഇന്നലെ നിങ്ങൾക്ക് ഇങ്ങനെ പാടാൻ സാധിച്ചു? ആ പാട്ടിനിടയ്ക്ക് അവൾ തലകറങ്ങി വീണു. അതിന്റെ പൊരുൾ എന്താണ്? നിങ്ങളുടെ കടിഞ്ഞൂൽ കുഞ്ഞിന് എന്റെ ഭാര്യയുടെ പേരിട്ടതിന്റെ അർത്ഥം എനിക്കിപ്പോഴാ മനസ്സിലായത്.
പേരാരുടെയും സ്വന്തമല്ല എന്നായിരിക്കും പറയാൻ പോകുന്നത്. നിങ്ങൾ ഞങ്ങളെ വിരുന്നിന് ക്ഷണിച്ചത് ഇവൾക്ക് ഇഷ്ടപ്പെട്ട ഇറച്ചി പൊരിച്ചു കൊടുക്കാനായിരുന്നു അല്ലേ? കമറു, നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ. മിസ്റ്റർ, എന്റെ ഈ കൈകൾക്ക് മാത്രമേ സ്വാധീനക്കുറവുള്ളൂ. കണ്ണിനും തലച്ചോറിനും ഒന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങൾ എന്നെ മഠയനാക്കാൻ ശ്രമിക്കരുത്. കമറു, വേണ്ട, ഇനി അങ്ങനെ വിളിക്കണ്ട. നിങ്ങളെ കാണുന്നത് പോലെ എനിക്കിഷ്ടമല്ല. ഞാൻ പോകാൻ. റസാക്കിനോട് അവൻ അങ്ങനെ പറഞ്ഞോ? എങ്കിൽ അവനോടൊന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം. ഒരു നിലയ്ക്ക് അമീദിക്ക് കമറുവിന്റെ നേരെ വെറുപ്പ് കാണിക്കരുത്. അതിന്റെ ദോഷം ഉമ്മുവിനായിരിക്കും. ഞാൻ കാരണം അവർ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞാൽ പിന്നെ നമ്മൾ തമ്മിൽ കാണില്ല. ഇത് ഞാനാണ് പറയുന്നത്. മറ്റാര് വഴക്കായാലും എനിക്ക് പുല്ലാണ്. നീ നിന്റെ കുടുംബക്കാരൻ പിണങ്ങിയാല് എനിക്കത് സഹിക്കില്ല മോനെ. അതെനിക്കറിയായിക്ക. കമറുദ്ദീന്റെ മുഖത്ത് നോക്കി ഒരു കറുത്ത വാക്ക് പോലും പറയാൻ പാടില്ലെന്നാ റസാക്ക് പറഞ്ഞിരിക്കുന്നേ. അല്ലെങ്കിൽ തന്നെ അവനെ പിണക്കി പറഞ്ഞയച്ചിട്ട് മോളെ ഒറ്റത്തിരിയാക്കി നിർത്തിയേ. അത് ഓർത്തിട്ടാണ് ഞാനും ഒന്നും പറയാത്തത്. മുരിങ്ങാത്തോട് ഇവിടെ മുരിങ്ങൊന്നും കാണാനില്ല, കൈത മാത്രമേ ഉള്ളൂല്ലേ? അല്ലെ മോനെ, ഒരു കാര്യം പോവുക. ഇവിടെ ആരണ്ടവൻ ഉമ്മുമാക്ക് വൈവിളി പഠിക്കാൻ പോയിരിക്കും. ഹലോ, ഒരു കാര്യം ചോദിച്ചിട്ടാ. നമ്മുടെ ഈ മുരിങ്ങാത്തോട്ടങ്ങൾ ദാമോദരൻ മകൻ രാമൻകുട്ടിയുടെ വീട് ഏതാണ്? ഇത് തന്നെ. ഇതാ ആര്യൻകുട്ടി ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ. എപ്പ പോയി? ചെല്ലേ. അല്ലോ, അയ്യോ കോയ. അയ്യോ, നിങ്ങൾക്ക് എന്ത് പറ്റി? ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ലതേ, ഇപ്പൊ പറ്റും. ഹലോ, ഈ കോയയുടെ മുമ്പിൽ നിന്ന് ഒളിച്ചോടാന്ന് വിചാരിച്ചല്ലേ? നീയല്ല നിന്റെ ഉപ്പാപ്പ വിചാരിച്ചാൽ നടക്കൂല കേട്ടോ. നിന്നെ കാശ് മേടിച്ചിട്ടല്ലാണ്ട് നമ്മൾ നിന്നെ ഒറ്റ അടി നമ്മുടെ വെക്കാം. നീ എന്നെ നാണം കെടുത്തടാ. എന്റെ ഭാര്യ എന്റെ കൂടെ ഉണ്ട്. അവളെങ്ങാനും അറിഞ്ഞാൽ? അറിയട്ടടാ, അറിയട്ടെ, അങ്ങനെ അറിയട്ടെ. നിന്റെ ഭാര്യ മാത്രമല്ല, ഈ നാട്ടുകാര് മുഴുവൻ അറിയട്ടെ. ഓശാരം ഞണ്ണി തിന്നുമ്പോണ്ടല്ല ആലോചിക്കണമായിരുന്നു. എടാ, അമീദിക്കാന്റെ കടയിൽ നീ പരിപ്പടയും ദോശയും പൊറോട്ടയൊക്കെ എന്തോ ഞണ്ണി തിന്നേക്കാടാ. എടാ, ഭാര്യക്കാന്ന് പറഞ്ഞ് പൊതിക്കെട്ട് കൊണ്ടുവരാല്ലേ? പൊതിക്കെട്ട് നീ പിടി. എന്റെ പൊന്നു കോയ, എനിക്ക് കുറച്ചുകൂടെ അവധിടാ. ഞാൻ എങ്ങനെയെങ്കിലും പണം എത്തിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നിട്ട് ഇപ്പൊ ഞാൻ നിന്നെ വിടുകയാണ്. പക്ഷേ ഇപ്പൊ ഞാൻ നിന്നെ വിടണില്ല. നീ എന്റെ കാശി രണ്ട് ഇവിടെ നിന്നെങ്ങാനോ ഒരു അടി വെച്ച് ഏത് കാശിന്റെ കാര്യമാണ് നിങ്ങൾ ചോദിക്കുന്നത്? നിങ്ങളുടെ കെട്ടേൻ ചായ കുടിച്ചെന്റെ കാശാണ്. ചോദിച്ചു നോക്ക്. ഇയാൾ പറയുന്നത് നേരാണോ? അല്ല, മോരാണ്. നാശം, ഒരു നല്ല കാര്യത്തിൽ ഇറങ്ങിയതാ. നിങ്ങൾക്ക് എത്ര രൂപ അയാൾ തരാനുള്ളത്? കാശ് ഇതേ കിടക്കണേ, പുസ്തകത്തിൽ എന്നെ മുഴുവൻ. അങ്ങനെ എടുക്ക്, ഞാൻ കാണിച്ചുതരാം. ഇഞ്ഞുണ്ടാ? ഹലോ, 277 രൂപ 35 നയാ പൈസോളം ഉണ്ട്. ഇത് 300ഓളം ഉണ്ടല്ലോ. ബാക്കി 22 രൂപയുണ്ട്. അത് തീരുന്നത് വരെ കൃത്യമായിട്ട് വന്ന് പറ്റിക്കൊള്ളണം കേട്ടാ. അത് തീരുമ്പോ അപ്പ നിർത്തും ഞാൻ. അപ്പൊ നമ്മൾ പോകും. ഒന്ന് പോകട്ടെ, ഒന്ന് മാറിക്കുന്നു, പോട്ടെ. എന്ത് കൊള്ളാല്ലേ? ആശിച്ച് മോഹിച്ചൊരു പട്ടുസാരി വാങ്ങിക്കാൻ വെച്ചിരുന്ന കാശാ. കാലം മോഡൻ.